വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോണ്ട്സ് ആണ് ആൻഡ് ടൈപ്സ് ഓഫ് ബോണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഈ ഡിബഞ്ചർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിന്റെ ഒരു വേറൊരു രൂപമാണ് ശരിക്കും ബോണ്ട് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി ആണ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ബോണ്ട് എന്താണ് ഇന്റിമേറ്റ് ചെയ്യുന്നത്? ഇതൊരു ബോറോവിങ് അറേഞ്ച്മെന്റ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ലെൻഡർ ഒരു ബോറോവർക്ക് ഇത്ര എമൗണ്ട് ലോൺ കൊടുത്തു അല്ലെങ്കിൽ കടം കൊടുത്തു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്ത്? ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് issued in relation to borrowing arrangement that indicate the indebtedness. That is, those who borrow the amount, he will be indebtable to the lender. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ സെക്യൂരിറ്റി ആണ് എന്ത്? ബോണ്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വിച്ച് ട്രേഡഡ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് വിച്ച് ഇൻഡിക്കേറ്റിംഗ് ദ ഇൻഡെപ്റ്റ്നെസ് ഓഫ് പേഴ്സൺ who raised the amount. Actually ഇതൊരു unsecured debt instrument ആണ്, in which the bond investor extend credit to the issuer. ഒരു issuer ഒരു certain amount of money ഒരു particular organization അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ലെൻഡ് ചെയ്തത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ബോണ്ട് എന്ന് പറഞ്ഞു. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ബോണ്ട് എന്ന ഇൻസ്ട്രുമെന്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ചില ഓർഗനൈസേഷൻസ് ഇൻഡിവിജ്വൽസിന്റെ എമൗണ്ട് റൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. സോ ഈ ബോണ്ട് എന്താന്ന് വെച്ചാൽ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഈ സർട്ടിഫിക്കറ്റ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട് ഈ ലോൺ റീപേ ചെയ്യാമെന്ന് ഓൺ സ്പെസിഫൈഡ് മെച്യൂരിറ്റി ഡേറ്റ് along with the interest throughout the life of the bond. എത്ര നാളത്തേക്കാണോ ആ ബോണ്ട് ഇഷ്യൂ ചെയ്തത് അത്രയും നാളത്തേക്ക് ഇൻട്രസ്റ്റ് കൂടി പേ ചെയ്യാമെന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്ത്? ബോണ്ട് എന്ന് പറഞ്ഞത്. സോ ബോണ്ട് ഈസ് ആൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വിച്ച് issued in relation to borrowing arrangement. It commit to repay the loan amount on specified maturity date along with the interest throughout the life of the bond. ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആള് മേ ബി മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി എ കമ്പനി. നോർമലി ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്യൂ ചെയ്യുന്ന കടപ്പത്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോണ്ട്സ് എന്ന് പറയുന്നത്. അതർവൈസ് ഇറ്റ് വിൽ കോൾഡ് ഇറ്റ് ആസ് ഡിബഞ്ചേഴ്സ്. കോർപ്പറേറ്റ്സുകൾ ഇഷ്യൂ ചെയ്യുന്ന കടപ്പത്രത്തിനെ നമ്മൾ ഡിബഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് ശരിക്കും ബോണ്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഗവൺമെന്റ് ബോണ്ട്സ് എന്നും കോർപ്പറേറ്റ് ബോണ്ട്സ് എന്നും. ഗവൺമെന്റ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, പീരിയോഡിക്കൽ ഇന്റർവെൽസിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. അത് നമ്മൾ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്, GSECs എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗവൺമെന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ് അല്ല, ഇറ്റ് വിൽ ബി ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന് വേണ്ടി നമ്മുടെ രാജ്യത്താണെങ്കിൽ RBI ആണ് എന്ത് ചെയ്യുന്നത്? ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. നോർമലി മീഡിയം അല്ലെങ്കിൽ ലോങ് ടേം ലോണുകൾ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് മേ ബി ഹാഫ് ഇയർലി ബേസിസിലാണ്. മോസ്റ്റ് ഓഫ് ദ കേസസ് ഇറ്റ് വിൽ ബി പെയ്ഡ് ഇൻ സെമി ആനുവലി, ദാറ്റ് ഈസ് 6 months കൂടുമ്പോൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന രീതിയിലാണ്. സോ ഗവൺമെന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന് വേണ്ടിയിട്ട് RBI, ദാറ്റ് ഈസ് ദ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ദ കൺട്രി ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗവൺമെന്റ് ബോണ്ട് എന്ന് പറയുന്നത്. നോർമലി അറിയപ്പെടുന്നത് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി, GSECs എന്നൊക്കെയാണ്. ഇനി വരുന്നത് ബോണ്ടിന്റെ ഫീച്ചേഴ്സ് ആണ്. ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ഫസ്റ്റ് വരുന്നതാണ് പാർ വാല്യൂ. പാർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഫേസ് വാല്യൂ ഓഫ് ദ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർ വാല്യൂ എന്ന് പറയുന്നത്. അതായത് മെച്യൂരിറ്റി ടൈമില് എത്ര രൂപ പേ ചെയ്യാന്നാണ് ഗവൺമെന്റ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
par value എന്ന് പറയുന്നത്. The amount which the company or government body promise to pay at the time of maturity. അതായത് ഈ ബോണ്ടിന്റെ മെച്ചൂരിറ്റി പീരീഡ് അവസാനിക്കുമ്പോൾ എത്ര രൂപ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൂപ്പൺ റേറ്റ്. കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ നത്തിങ്, ഇറ്റ് ഈസ് ദ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ടു ദ ബോണ്ട് ഹോൾഡർ. ബോണ്ട് ഹോൾഡർക്ക് എത്ര പെർസെന്റേജിലാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അതിനാണ് നമ്മൾ കൂപ്പൺ റേറ്റ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മെച്ചൂരിറ്റി ഡേറ്റ്. മെച്ചൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ദ ഡേറ്റ് അറ്റ് വിച്ച് ദ ബോണ്ട് ഗെറ്റ്സ് മെച്യൂർഡ്. അതായത് എപ്പോഴാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണ് ബോണ്ട് ഹോൾഡർക്ക് പേ ചെയ്യേണ്ടത് ആ ദിവസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെച്ചൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്. റിഡംഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ബോണ്ട് ഹോൾഡർക്ക് പേ ചെയ്യുന്ന എമൗണ്ട് അറ്റ് ദ ടൈം ഓഫ് maturity date, which value paid to the bond holder at the time of expiry of the term for which the bond is repaid. അത് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന റീപേയ്മെന്റ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. നോർമലി കോർപ്പറേറ്റ് ബോണ്ട് എന്നല്ല നമ്മൾ അതിനെ പറയുക, ഡിബഞ്ചർ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന കടപ്പത്രങ്ങളെ ഡിബഞ്ചർ എന്നാണ് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കോർപ്പറേറ്റ്സുകൾ, ഇപ്പോ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ അല്ലെങ്കിൽ KFC, അങ്ങനെ KFC അല്ലോ നമ്മുടെ KSEB അങ്ങനെയുള്ള ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കമ്പനികളെയാണ് ഇവിടെ കോർപ്പറേറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എപ്പോഴാണോ ഒരു പബ്ലിക് കമ്പനി ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനിയാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്, വി വിൽ കോൾഡ് ഇറ്റ് ആസ് ഡിബഞ്ചർ. ഇഫ് ദ ബോണ്ട് ഈസ് ഇഷ്യൂഡ് ബൈ എ പബ്ലിക് കമ്പനി വി കോൾ ഇറ്റ് ആസ് കോർപ്പറേറ്റ് ബോണ്ട് ആണ്. അതിപ്പോ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ വരികയാണെങ്കിൽ സെക്യൂർഡ് കോർപ്പറേറ്റ് debt instrument is known as corporate bond, but in case of unsecured debt instrument ആണെങ്കിൽ അതിനെ കോർപ്പറേറ്റ് ഡിബഞ്ചർ എന്ന് പറയാം. എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് സെക്യൂർ ആണ് നമ്മൾ കൊടുത്ത എമൗണ്ട് എങ്കിൽ വി വിൽ കോൾഡ് ഇറ്റ് ആസ് കോർപ്പറേറ്റ് ബോണ്ട്. സെക്യൂർ അല്ലെങ്കിൽ അത് നമ്മൾ കോർപ്പറേറ്റ് ഡിബഞ്ചർ എന്നാണ് പറയുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിലെ കാര്യമാണ്. പക്ഷെ ഇന്ത്യയില് പബ്ലിക് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെയാണ് നമ്മൾ കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറയാറുള്ളൂ. പ്രൈവറ്റ് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകൾ നമ്മൾ ഡിബഞ്ചർ എന്നാണ് പറയാറ്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ബോണ്ട് ആണ്. ടൈപ്സ് ഓഫ് ബോണ്ടിൽ ഫസ്റ്റ് വരുന്നതാണ് ഫിക്സഡ് റേറ്റ് ബോണ്ട്. ഫിക്സഡ് റേറ്റ് ബോണ്ടിന്റെ വേറൊരു പേരും കൂടി ഉണ്ട്, സ്ട്രൈറ്റ് ബോണ്ട്സ്. അതായത് ഒരു സ്പെസിഫിക് കൂപ്പൺ റേറ്റ് ക്യാരി ചെയ്യുന്ന ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിക്സഡ് റേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. 10% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ടു ദ എൻഡ് ഓഫ് ദി ബോണ്ട്സ് മെച്ചൂരിറ്റി പീരീഡ് കഴിയണ വരെ എന്ത് കിട്ടും, 10% ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെ ഇഫ് ദ ബോണ്ട് ക്യാരി എ സ്പെസിഫൈഡ് കൂപ്പൺ റേറ്റ് ആൻഡ് വിച്ച് റിമൈൻ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ലൈഫ് വി കോൾഡ് ഇറ്റ് ആസ് ഫിക്സഡ് റേറ്റ് ബോണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. അതായത് ഇവിടെ എന്തുണ്ടാവില്ല, ഇൻട്രസ്റ്റ് റേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ച് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റില് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് കൂടിയാൽ വി വിൽ ഗെറ്റ് മോർ ഇൻട്രസ്റ്റ്, കുറഞ്ഞു കഴിഞ്ഞാൽ കുറവ്. മറ്റേ കേസിൽ എന്താണ്, എത്രയാണോ പറഞ്ഞത് അതേ കിട്ടുള്ളൂ. ആണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, സീറോ കൂപ്പൺ ബോണ്ട്. അതായത് ഒരു പീരിയോഡിക് ഇൻട്രസ്റ്റും ക്യാരി ചെയ്യാത്ത, ഇറ്റ് ഡസ് നോട്ട് ക്യാരി പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെന്റ്, അതിനെയാണ് സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത്. സീറോ കൂപ്പൺ ബോണ്ടിന് എന്ത് കിട്ടില്ല, ഇൻട്രസ്റ്റ് കിട്ടില്ല. പക്ഷെ ഇതപ്പോ നമ്മൾ എന്താ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, നമ്മൾ എന്തിനാ മേടിക്കുന്നത്. അതായത് ഒരു ബോണ്ട് എന്ന് പറയുന്നത് 100 രൂപയുടെ ആവും. പക്ഷെ നമ്മളത് ഗവൺമെന്റ് അത് ഇഷ്യൂ ചെയ്യുക എത്ര രൂപയ്ക്കായിരിക്കും, 50 രൂപയ്ക്കായിരിക്കും. പക്ഷെ നമുക്ക് മെച്ചൂരിറ്റി പീരീഡ് ആവുമ്പോ എത്ര രൂപ കിട്ടും, 100 രൂപ കിട്ടും. അപ്പൊ 50 രൂപ ഡിഫറൻസ് ആണ്. അങ്ങനെ ഡീപ് ഡിസ്കൗണ്ടിലാണ് എന്ത് ചെയ്യുക, സീറോ കൂപ്പൺ ബോണ്ട് ഇഷ്യൂ. ആ ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീറോ കൂപ്പൺ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ബോണ്ട് വിച്ച് ഡു നോട്ട് ക്യാരി എനി പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെന്റ്
which do not carry any periodic interest payment. The issuance of these bond, ഈ ബോണ്ടിന്റെ ലാഭം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ it will be made at a steep discount over its face value and repaid at face value on maturity. 100 രൂപയുടെ ആണെങ്കിൽ 50 രൂപയ്ക്കായി ഇഷ്യൂ ചെയ്യുക, പക്ഷെ മെച്യൂരിറ്റി പീരീഡിൽ എത്ര നമുക്ക് തിരിച്ചു കിട്ടും? 100 രൂപ കിട്ടും. അങ്ങനെ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? ഡീപ് ഡിസ്കൗണ്ട് ബോണ്ട്. അത് നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു പേരാണ്. ഈ ടൈപ്പ് എന്ന് പറയുന്നതാണ് ഒരു ഇൻട്രസ്റ്റും ബെയർ ചെയ്യുന്നില്ല, എന്താണ് വളരെ വലിയ ഡിസ്കൗണ്ടിലായിരിക്കും എന്ത് ചെയ്യുക ഇത് ഓഫർ ചെയ്യുന്നത്. ഇത് റെഡീം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫേസ് വാല്യൂലായിരിക്കും. അതിന്റെ വേറൊരു പേരാണത്. നെക്സ്റ്റ് ചിലൊരു ഡീപ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറഞ്ഞിറക്കും, ചിലൊരു സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറഞ്ഞിറക്കും. നെക്സ്റ്റ് വരുന്നതാണ് കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ബോണ്ട് ഹോൾഡർക്ക് ബോണ്ടിനെ ഒരു സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞാൽ ഇക്വിറ്റിയിലേക്കോ പ്രിഫറൻഷ്യലിലേക്കോ ഒരു ഫിക്സഡ് കൺവേർഷൻ പ്രൈസിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺവേർട്ടബിൾ ബോണ്ട്സ് എന്ന് പറയുന്നത്. The convertible bonds are bonds that give the holder the right to convert them into ഇക്വിറ്റി ഓർ പ്രിഫറൻസ് അറ്റ് എ ഫിക്സഡ് കൺവേർഷൻ പ്രൈസ്. അതിനെയാണ് നമ്മൾ കൺവേർട്ട്. അതായത് ഒരു പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് ബോണ്ടിനെ ഇക്വിറ്റി ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി അതിന്റെ ഒപ്പം ഉണ്ടെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് കൺവേർട്ടബിൾ ബോണ്ട്സ്. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിഡീം ചെയ്യാം. അതിനെയാണ് നമ്മൾ കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. ദിസ് ബോണ്ട് വിൽ പ്രൊവൈഡ് ദ ഇൻവെസ്റ്റർ ആൻ ഓപ്ഷൻ ടു ബിക്കം ദ ഓണർ ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ബെയറർ ബോണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മിക്ക ബോണ്ട് സർട്ടിഫിക്കറ്റ്സിലും വി വിൽ റെക്കോർഡ് ദ നെയിം. ഇഫ് we issue the certificate without recording the name, we called it as bearer bond. അതായത് നെയിം റെക്കോർഡ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ്? ആരാണോ ആ ബോണ്ട് സർട്ടിഫിക്കറ്റ് കൈവശം വെക്കുന്നത്, he is the owner, he will get the interest. അങ്ങനെ നെയിം, so we can easily transfer one person to another person. അങ്ങനെയുള്ള ബോണ്ടുകളെയാണ് നമ്മൾ ബെയറർ ബോണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഓപ്ഷൻ ബോണ്ട് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അത് രണ്ടെണ്ണം ഉണ്ടാവും. അത് ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് ബോണ്ട് ഉണ്ടായിരിക്കും. അതായത് എന്താണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പേയബിൾ. അത് റെഗുലർ ഇന്റർവെല്ലിൽ പേ ചെയ്യണോ അല്ലെങ്കിൽ മെച്യൂരിറ്റിയിൽ പേ ചെയ്യണോ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. ഒന്നില്ലെങ്കിൽ വി ക്യാൻ ഓപ്റ്റ്, അതായത് ദോസ് ഹു ലെൻഡ് ഹി ക്യാൻ ഓപ്റ്റ് ഫോർ ദ ഓപ്ഷൻ ഹാസ് ടു ഗെറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ റെഗുലർ 6 മാസം 7 മാസം കൂടുമ്പോൾ കിട്ടണം. അല്ലെങ്കിൽ എന്താണ്? പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടി മെച്യൂരിറ്റിയിൽ കിട്ടിയാൽ മതി. അങ്ങനെ രണ്ട് ഓപ്ഷനും സെലക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ബോണ്ടിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്ഷൻ ബോണ്ട് എന്ന് പറയുന്നത്. That is, here the bond will provide an option to select the mode of receipt of interest, whether we are interested to receiving in regular intervals or if we opt we can receive it on maturity along with the principal. അതിനെയാണ് നമ്മൾ ഓപ്ഷൻ ബോണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇൻഫ്ലേഷൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഇൻഫ്ലേഷനും അഡ്ജസ്റ്റഡ് ആണ്. അതായത് ഇവിടെ എന്താണ്? നമ്മുടെ ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന കൂപ്പൺ എന്ന് പറയുന്നത് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഇൻഫ്ലേഷൻ ആയിരിക്കും. അത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫ്ലേഷൻ കൂടി എന്ന് വിചാരിക്കുക. ഇൻഫ്ലേഷൻ കൂടാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റിയൽ വാല്യൂ ഓഫ് മണി ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? പക്ഷെ നമുക്ക് ആ 10% തന്നെയാണ് കിട്ടണമെങ്കിൽ ശരിക്കും എന്താണ്? അതിനൊരു ആക്ച്വൽ വാല്യൂ ഇല്ല. അപ്പൊ നമ്മുടെ എക്കണോമിയിൽ എന്താണ്? ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോ അതിനനുസരിച്ച് നമ്മുടെ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റും കൂടും. എത്ര? ഇപ്പൊ 3% ഇൻഫ്ലേഷൻ ഉണ്ടായ ഇപ്പൊ കൂപ്പൺ റേറ്റ് 10% ആണെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഓഫ് 10+3. അങ്ങനെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ബോണ്ടുകളാണ് എന്ത്? ഇൻഫ്ലേഷൻ ബോണ്ട് എന്ന് പറയുന്നത്. സോ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഐ ഓവ് യു ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ ദ ബോറോവർ ആണ്. അത് എപ്പോഴും ബോണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ എക്സ്പെക്ടഡ് ഫ്രം ഇറ്റ്. അതായത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് പേയ്മെന്റിന്റെ സം പ്ലസ് ഫേസ് വാല്യൂ, അതിന്റെ പ്രസന്റ് വാല്യൂ ആണ് എന്ത്? ബോണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ബോണ്ട് വാല്യുവേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ താങ്ക് യു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും.